നമ്മുടെ ഇന്ത്യയിൽ ക്രിസ്ത്യൻ മതന്യൂനപക്ഷങ്ങൾക്ക് ജീവിതം അസാധ്യമാകുന്ന തരത്തിലുള്ള ആക്രമണങ്ങളാണ് വടക്കേ ഇന്ത്യയിൽ പലയിടത്തും നടക്കുന്നത്. നമ്മൾ കേരളത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ഞെട്ടലുളവാക്കുന്ന പല സംഭവങ്ങളും. ഈ അടുത്ത കാലത്താണ് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫണ്ട് UCFൻ്റെ ചില ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ പുറത്തു വന്നത്. 2016 മുതൽ ക്രിസ്ത്യൻ മതവിഭാഗത്തിൽപ്പെട്ടവർക്കെതിരായ പൈശാചികമായ ആക്രമണമാണ് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടക്കുന്നത്. ഇതിനെതിരായി മതനിരപേക്ഷ വിശ്വാസികളുടെ എല്ലാം ശബ്ദം ഉയരേണ്ടിയിരിക്കുന്നു. പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഇവിടെ പ്രവേശനമില്ല എന്ന ബോർഡുകൾ പോലും സ്ഥാപിക്കപ്പെടുന്നു എന്നത് മതനിരപേക്ഷ ഇന്ത്യ എന്ന സങ്കല്പത്തിന് നിൽക്കുന്ന കളങ്കമാണ്. നമ്മളെല്ലാം ചേർന്ന് ഇതിനെതിരായ ഒരു പ്രതിരോധം തീർക്കണം. മലയൻകീഴ് പഞ്ചായത്തിലെ അന്തിർക്കോണം പ്രദേശത്താണ് ഗോഡ്വിൻ താമസിക്കുന്നത്. ഗോഡ്വിൻ ഇദ്ദേഹത്തിൻ്റെ 4 മക്കളിൽ ഒരാളാണ്. അവിടെ ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന മതത്തിൽ വിശ്വസിക്കാനും വിശ്വസിക്കുന്ന മതം പ്രചരിപ്പിക്കാനും ഭരണഘടന നൽകുന്ന അവകാശമാണ്. ആ അവകാശം അനുസരിച്ച് ജീവിക്കുന്ന ഒരു വൈദികനെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അറസ്റ്റ് ചെയ്തു എന്ന് മാത്രമല്ല, അറസ്റ്റ് ചെയ്ത വിവരം ബന്ധുക്കളെയോ മാതാപിതാക്കളെയോ അറിയിക്കുക എന്ന പ്രാഥമികമായ ഉത്തരവാദിത്വം പോലും പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. നമുക്ക് കേരളത്തിൽ സങ്കല്പിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള ആക്രമണമാണ് മതന്യൂനപക്ഷങ്ങൾക്കെതിരായി, ക്രിസ്തീയ വിശ്വാസികൾക്കെതിരായി വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടക്കുന്നത് എന്നത് നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതാണ്. ഗോഡ്വിനാണ്. അവൻ ഇവിടെ നിന്ന് സുവിശേഷ വേലയ്ക്ക് പോയിട്ട് 28 വർഷത്തോളമായി അവിടെ പ്രവർത്തിച്ചു വരെയാണ്. അപ്പോൾ സുവിശേഷ വിരോധികൾ അത് സംബന്ധമായിട്ട് സംശയബദ്ധമായിട്ട് അവർ ഞാൻ അറസ്റ്റ് ചെയ്തേക്കുന്നു എന്നാണ് അറിയുന്നത്. അതിൻ്റെ കൂടുതൽ വിവരങ്ങളൊന്നും എനിക്ക് അവിടെയുമായിട്ടൊന്ന് ബന്ധപ്പെടാനോ വിട്ടിട്ടില്ല. അതിനെക്കുറിച്ച് അറിയാനും സാധിക്കുന്നില്ല. ആരിലൂടെയെങ്കിലുമൊക്കെ ഞാൻ പറഞ്ഞു കേട്ട് അറിയാമെന്നുള്ള കാര്യവും ഇവിടെ നിന്ന് പോയിട്ടുള്ള വിവരങ്ങൾ നമ്മളെല്ലാവരുടെയും മകായുടെ അറിവോടും കൂടിയൊക്കെയാണ് പോയിട്ടുള്ളത്. അതനുസരിച്ച് അവരുടെ ചിലവിലും അവരുടെ കാര്യത്തിൽ കൂടെയാണ് ഇപ്പോൾ കാര്യങ്ങളെല്ലാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ബാക്കി കാര്യങ്ങൾ എങ്ങനെ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് അവരുമായിട്ട് ഇടപെട്ട് സഹകരിച്ച് തീർക്കാനുള്ള ശ്രമത്തിലാണ് ഇരിക്കുന്നത് എന്നുള്ളത് എനിക്കറിയാവൂ. അതുവരെയുള്ള കാര്യങ്ങൾ അറിയാം. പിന്നീടുള്ള കാര്യങ്ങൾ ഇനി എന്താണ് വേണമെന്നുള്ളത് പിന്നീടേ പറയാൻ പറ്റുള്ളൂ എന്ന്